ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2 ബേബീസിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ബേബി ഡീറ്റെയിൽസ് ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ആദ്യമായി പിൻട്രസ്റ്റ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിമിന് ആവശ്യമായ കളർ തീമിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലൂ തീമിലാണ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് താഴെ ഒരു 3 ഡോട്ട് കാണും. അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആവും കേട്ടോ. അതുപോലെ ബ്ലൂ തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ആപ്പിൽ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഫ്രെയിമിൽ നമ്മൾ ബേബീൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ രീതിയിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ക്ലോക്ക്, ഹോസ്പിറ്റൽ, ലൊക്കേഷൻ അങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് കേട്ടോ. അടുത്തതായി ഗൂഗിൾ യൂസ് ചെയ്ത് സ്റ്റിക്കേഴ്സിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഗൂഗിളിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഇമേജിൽ ഏത് പിക്കിൻ്റെയാണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴേക്കാണ് ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻസ് വരും. അതിൽ ഫ്രീ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ സ്റ്റിക്കറിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ 2 ബേബീസിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് A4 ലാൻഡ്സ്കേപ്പ് സൈസാണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പം 2 സൈഡിലായിട്ട് ഓരോ ബേബീസിൻ്റെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി താഴെ കാണുന്ന അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽസിൽ താഴെ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് പിക്ക് സെലക്ട് ചെയ്യാം. ആ പിക്ക് പേജിലേക്ക് കൊണ്ടുവന്ന് അതിനെ 2 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. ആ ഒരു പിക്കിനെ വലുതാക്കി സൂം ചെയ്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ ഡബിളാക്കി ആ പേജിൽ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പേജിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ബ്ലാക്ക് ലൈൻ ആഡ് ചെയ്യുന്നുണ്ട്. എലമെൻറ്റ്സിൽ പോയി ഒരു ലൈൻ സെലക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ബേബീസിൻ്റെയും ഡീറ്റെയിൽസ് കറക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് താഴെ ട്രാൻസ്പെറൻസി ഓപ്ഷനിൽ പോയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറച്ച് ബ്ലറാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇനി എലമെൻറ്റ്സ് ഓപ്ഷനിൽ ബേബീസിൻ്റെ പിക്ക് ആഡ് ചെയ്യാൻ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാം. ഞാനൊരു ഓവൽ ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആ ഫ്രെയിമിൽ ബേബീൻ്റെ പിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രെയിമിൻ്റെ ബോർഡർ ഞാനൊരു ബ്ലൂ കളറിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബേബീൻ്റെ നെയിം ഇൻക്ലൂഡ് ചെയ്യാം. താഴെ ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നെയിം ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി ഓരോ ഡീറ്റെയിൽസും ആഡ് ചെയ്യാം. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്റ്റിക്കേഴ്സും സെലക്ട് ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ സ്റ്റിക്കേഴ്സും ഒരേ സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബേബീൻ്റെ ഓരോ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുക്കാം.
ഡീറ്റെയിൽസൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇത് സെറ്റ് ചെയ്തതുപോലെ തന്നെ മറ്റേ ബേബീൻ്റെയും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 ബേബീസിൻ്റെയും ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേജിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് താഴെ പാരൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് എലമെൻസിൽ പോയിട്ട് ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് അതിൽ പാരൻസിൻ്റെ പിക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ താഴെയായിട്ട് അവരെ നെയിമും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതൊക്കെ ഓരോ സ്ഥാനത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ നേരത്തെ കൊടുത്ത ആ ബ്ലാക്ക് ലൈനിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എഡിറ്റിംഗ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മേലെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് PNG എന്നുള്ളത് PDF പ്രിൻ്റ് കൊടുക്കണം. എന്നിട്ട് താഴെ ഏത് പേജിലാണോ എഡിറ്റ് ചെയ്തത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ നേരത്തെ വേറെയും എഡിറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ പേജിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. ഇനി ഡൺ കൊടുത്ത് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ഷോപ്പിലാണോ പ്രിൻ്റ് ചെയ്യുന്നത് ആ ഷോപ്പിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ തന്നെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ഫ്രെയിമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.